നമ്മുടെ കേരളം ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ജനപ്രിയനെന്ന് നമ്മൾ ഉമ്മൻചാണ്ടിയെ പറയുന്നുണ്ട്. ആർക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതുപോലെ മറ്റൊരു സരസനായ മുഖ്യമന്ത്രിയാണ് ഇ.കെ. നയനാർ. അപ്പൊ ഇത് രണ്ട് LDF-ന്റെ UDF-ന്റെ രണ്ട് ജനകീയ മുഖങ്ങളാണ്. ഇ.കെ. നയനാർ ഒരു TV-യിൽ ഒരു ലൈവ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആൾക്കാർ ഫോൺ വിളിക്കുമ്പോൾ എത്ര സരസമായിട്ടാണ് ആൾക്കാരോട് സംസാരിച്ചത്. അത് ഏവർക്കും, അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു ഇ.കെ. നയനാർ. അദ്ദേഹത്തെയും അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളായിരുന്നു. അതേപോലെ ഉമ്മൻചാണ്ടി. ഇത് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ക്രൂരനായതും, അതായത് ജനങ്ങളോട് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പെരുമാറരുത് എന്നതിനും ഒരു മാതൃകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് ബഹുമാനം വരെ ചോദിച്ചു ഓർഡർ വഴി സ്വന്തമാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇപ്പോ ഏറ്റവും ഒടുവിൽ പല പല തന്ത്രങ്ങൾ, അടുത്ത് മൂന്നാം സർക്കാർ രൂപീകരണത്തിന് വേണ്ടി പല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ സഖാക്കന്മാരെയെല്ലാം ചതിച്ചുകൊണ്ടുള്ള പല നടപടികളുമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. അപ്പൊ അതിലുപരി ഏറ്റവും ഒടുവിലായിട്ട് ഉമ്മൻചാണ്ടി നടത്തിയ പരിപാടികളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും, ഇന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഉള്ളവർ ചെയ്യുമ്പോൾ കുറ്റം പറയുകയും കാലങ്ങൾ കഴിയുമ്പോൾ അവർ തന്നെ ചെയ്യുകയും ചെയ്യും. അതുപോലെ ഇപ്പൊ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പരിപാടി CM വിത്ത് മീ എന്ന ഒരു പരിപാടി ശരിക്കും കണ്ടപ്പോ ഒരു കോമഡി ആയിട്ടല്ലേ തോന്നിയത്. ഇന്നലെ അതിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോ ശരിക്കും ഇത് ആരിയ്ക്കുന്നു എന്നൊരു തോന്നലല്ലേ നമുക്ക് തോന്നുന്നത്. അതായത് ഇന്ന് വരെ ജനങ്ങളോട് കടക്ക് പുറത്ത് ഒരു ചെറിയ പയ്യൻ സെൽഫി എടുക്കാൻ വന്നപ്പോ ആ പയ്യനോട് കാണിച്ച ആറ്റിറ്റ്യൂഡ്, പൊതുജനങ്ങളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ AKG സെന്ററിൽ അവരുടെ താഴേക്കിടയിലുള്ള സഖാക്കന്മാരോട് എങ്ങനെയാണോ ഒരു സ്വേച്ഛാധിപതി പെരുമാറേണ്ടത്, അതുപോലെ പൊതുജനങ്ങളോട് മാധ്യമങ്ങളോട് പെരുമാറിയ വെറും ക്രൂരനായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഗിമ്മിക്കുകളൊക്കെ ഈ ജനങ്ങളിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കും. ആദ്യമായി ആൾക്കാർ പറയുന്നത് ഏറ്റവും ദരിദ്രനായ ടൊവിനോ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് റേഷൻ അനുവദിച്ചു കൊടുത്ത് കാണും എന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും ഇമ്പാക്ട് ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇത് ഇന്നലെയാണ് ഈ പരിപാടി തുടങ്ങിയത്. നമുക്കറിയാം, പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയ ശേഷം 9.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 11-ാം മണിക്കൂറിൽ നമ്മൾ ചില നടപടികൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഏതാണ്ട് 1 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കേരളം പോവുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ CM വിത്ത് മീ എന്ന് പറയുന്ന കണക്ട് ചെയ്യുന്ന, ജനങ്ങളുമായിട്ട് സാധാരണക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയത് എന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരിഹാസ്യമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 9.5 വർഷം ഇവർക്ക് ഈ പറയുന്ന ജനങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യേണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടായിരുന്നു, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടായിരുന്നു, അവരുടെ ആവലാതികൾ പരിഹരിക്കാനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. ഇതൊക്കെ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. ഈ എന്താ പറയുക, ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങേയറ്റം സ്വയം പരിഹാസ്യനായിട്ട് മാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന ചില പരിഷ്കാരങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോന്നും ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് വലിയ കാര്യം ചെയ്യാനാണ് എന്നുള്ള ഒരു വ്യാഖ്യാനത്തോടു കൂടി ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചില തട്ടിക്കൂട്ട് പരിപാടികൾ ഒപ്പിച്ചു വെക്കുക എന്നതാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന CM കണക്ട് എന്ന് പറയുന്ന ആ പരിപാടി. അതിനകത്ത് ഈ പറയുന്ന പോലെ വലിയൊരു ഓഫീസും ഒക്കെ തന്നെ സജ്ജീകരിച്ച്, അത് കിഫ്ബിയാണ് അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം സജ്ജമാക്കി കൊടുക്കുന്നത്. വലിയ രീതിയിൽ കാശ് ചെലവാക്കിക്കൊണ്ട് ഈ 9.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പരിപാടി നടത്തുകയാണ്. ഇവരിതിനു മുമ്പ് ഒരു നവകേരള സദസ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ വർഷം നടത്തിയിരുന്നല്ലോ അല്ലെ. വലിയ ഒരു AC കാരവാനും ഒക്കെ തന്നെ സംഘടിപ്പിച്ച്, കക്കൂസും കുളിമുറിയും ഉള്ള ഒരു വണ്ടിയൊക്കെ തന്നെ സംഘടിപ്പിച്ച് തെക്കുന്ന വടക്ക് വരെ ഇവര് മുഖ്യമന്ത്രി 20 മന്ത്രിമാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് പരിപാടി നടത്തുകയും ഓരോ മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും ഇടപെടുകയും, അന്ന് അവരെ ഓർമ്മിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി സ്മരിപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയത്. ആ സമാനമായ രീതിയിൽ ജനങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള നീക്കം നടത്തുന്നു, പരാതികൾ വാങ്ങുന്നു. വലിയ കൊട്ടിഘോഷിച്ച ഒരു പ്രഹസനമായിട്ടുള്ള രീതിയിലാണ് നടന്നത് ആ പരിപാടിയൊക്കെ തന്നെ. ജനസമ്പർക്ക പരിപാടിയിൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നു. ഇഷ്ടം പോലെ ഇവർ നടത്തിയ പരിപാടിക്ക് എത്ര പരാതികൾ, അതാണ് ഇപ്പം ചോദ്യം വരുന്നത്. അന്ന് ഇവർക്ക് കിട്ടിയ പരാതികളുടെ ഒക്കെ എണ്ണം അവർ പുറത്തു വിട്ടിരുന്നു. ഇഷ്ടം ഓരോ വകുപ്പുകൾക്കും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പരാതികളാണ് ലഭിച്ചത്. അതിനകത്ത് എത്ര പരാതികൾ ഇവർ പരിഹരിച്ചിട്ടുണ്ട്? മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ലഭിച്ച എത്ര പരാതികൾ ഈ സർക്കാർ ഇതിനോടകം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ നടന്നിട്ട്.
പരിഹരിച്ചിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഈ സാധാരണക്കാരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, റോഡില്ലാത്ത കാര്യങ്ങൾ, മറ്റു കുടിവെള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര പരാതികൾക്ക് ഇവർ പരിഹാരം കണ്ടു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനുശേഷമല്ല ഇത് വീണ്ടും ഇപ്പോൾ ജനങ്ങളുടെ ഇങ്ങനെ പരാതികൾ കേൾക്കാനും പരാതികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടാനും വേണ്ടി ഒരു സംവിധാനം ഉണ്ടായിട്ട് കാര്യമല്ല. കിട്ടുന്ന പരാതികളിൽ എത്ര ആണെങ്കിലും കിട്ടുന്ന പരാതികളിൽ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് ഉമ്മൻചാണ്ടി ഇവർ കളിയാക്കിയത് ഇത് വില്ലേജ് ഓഫീസർക്കൊക്കെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്, ജനസമ്പർക്ക പരിപാടി. പക്ഷെ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ആശ്വാസമുണ്ട്. ആ പരിപാടിയിൽ വെച്ച് തന്നെ 500 1000 ഒക്കെ തന്നെ ചികിത്സാ സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണ്ടവർക്ക് ആ സമയം തന്നെ കൊടുത്ത് അത് പാസ്സാക്കിയ പരാതി അവിടെ തീർത്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിലുപരി ഇപ്പൊ വില്ലേജ് ഓഫീസർ പരിഹാരം കാണേണ്ടത് അത് സഡൻ ആയിട്ട് തന്നെ അവിടെ ഏൽപ്പിക്കുകയായിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെയാണ് അതിനെ ഏർപ്പാടാക്കുന്നത്. അല്ലാതെ എല്ലാം ഉമ്മൻചാണ്ടി അല്ല പോയി ചെയ്തുകൊണ്ടിരുന്നത്, അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇതിപ്പോ പറയാൻ വേറൊന്നുമില്ല. ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് ഇവർ PR വർക്ക് നടത്തുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഈ പരിപാടികളെ പറയാം. അത് മാത്രമല്ല, അതിനപ്പുറം എന്തെങ്കിലും ഈ പറയുന്ന ആത്മാർത്ഥതയുള്ള ഒരു പരിപാടിയായിട്ട് നമുക്കിത് തോന്നുന്നില്ല. ഒരു പ്രഹസനം. മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങൾ അവർക്ക് ഇപ്പോഴാണ് തോന്നിയത് മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ഇപ്പോഴാണ് അവർക്ക് തോന്നിയത്. പിന്നിൽ നിൽക്കും. മന്ത്രിമാരൊക്കെ തന്നെ ഇടവും വലവും എല്ലാ മന്ത്രിമാരും ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ചിരിക്കുന്നു പിണറായി വിജയൻ. ആ ചിരി തന്നെ കണ്ടില്ലേ? ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഈ PR വർക്കുകാർ ഇങ്ങനെ ചിരിക്കണം? PR വർക്ക് വന്നതിന് ശേഷം മുഖത്ത് ചിരിയൊക്കെ തന്നെ വരും. അതിന് മുമ്പ് എന്താ പറയുക, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അപ്പീട്ടിട്ട് ഒരാഴ്ച ആയതുപോലത്തെ മുഖവും കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിലേക്കൊക്കെ വരാറുള്ളത്. പക്ഷെ ഇപ്പൊ നന്നായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് PR ഒരു ഗുണമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ചിരി വന്നത്. എന്തായാലും ഈ പരിപാടി അങ്ങേയറ്റം ഒരു പ്രഹസനമാണ്. എന്താ പറയുക, ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന അങ്ങേയറ്റം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാത്രമല്ല ഈ പറയുന്ന സർക്കാർ ഒന്നടങ്കം നിങ്ങളോടൊപ്പമുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടോവിനോയുടെ പരാതിയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വലിയ വിലമതിക്കുന്നതാണെന്നൊക്കെ പറയുന്നത് അറിഞ്ഞൂടെ? ഇത് PR വർക്കാണ് പറഞ്ഞു വെച്ച് ടോവിനെ വിളിക്കുക, ഒരു സെലിബ്രിറ്റിയിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാല് അതെല്ലാം പറഞ്ഞു വെച്ചാൽ എല്ലാം പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്നതെന്ന് കാണുമ്പോൾ അത്തരം പരാതികളായിരിക്കും ഇനി വരാനും പോവുക. എന്തെങ്കിലുമൊക്കെ തന്നെ ഇതേപോലെ താഴെത്തട്ടിൽ അണികളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും പരാതികളൊക്കെ വന്നു അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടത്. ഇനിയിപ്പോൾ കുറെ PR വർക്കിന്റെ ഭാഗമായിട്ട് കുറെ വാർത്തകൾ ഇതേപോലെ കേൾക്കാൻ പറ്റും. മുഖ്യമന്ത്രിക്ക് ഇത്തരം മുഖ്യമന്ത്രിയുടെ CM വിത്ത് കണക്കിലേക്ക് വന്ന പരിപാടി ഉടനെ തന്നെ പരിഹാരം കൊണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PR ഒരു റീലൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള PR വർക്കിന് വേണ്ടിയിട്ടുള്ള ചില കേസുകളൊക്കെ തന്നെ ഉയർന്നിനി വരും. അത് മന്ത്രിമാർ ഓരോരുത്തരും മന്ത്രി അപ്പൂപ്പനെ, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എന്താ പറയുക ടീച്ചർ അമ്മയ്ക്ക് പകരമുള്ള വീണ അമ്മ എന്നൊക്കെ ഉള്ള മന്ത്രിമാർക്കെല്ലാം അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റീലിന് പറ്റുന്ന രീതിയിലുള്ള ചില പരിപാടികളൊക്കെ തന്നെ, ചില കേസുകളൊക്കെ തന്നെ ഉയർന്നിനി വരാനുള്ള അത്തരം വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനു പുറമെ ഈ രാജ്ഭവനിൽ പോവുകയും ത്രൈമാസ രാജഹംസം അത് പ്രകാശനം ചെയ്യുകയും ഒക്കെ ചെയ്തതിലൂടെ ഒരു PR വർക്കിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഗവർണറും സർക്കാരും തമ്മിൽ എന്നും അടിയാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ അത് മാറ്റി ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന്, അതായത് സംഘപരിവാർ വിശ്വാസികൾക്ക്, അതായത് BJPക്ക് വോട്ട് കൊടുക്കാൻ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ആ വോട്ട് കൂടെ നമുക്ക് വരണം എന്നുള്ള ഒരു കരുതലോടുകൂടി എന്തായാലും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് സ്ട്രാറ്റജി വളരെ മികച്ച സ്ട്രാറ്റജിയാണ്. ആരെ കൂട്ടുപിടിച്ചാന്നേലും, മറ്റു പണ്ട് EMS പറഞ്ഞ പോലെ ആരെ കൂട്ടുപിടിച്ചാന്നേലും ഭരണത്തിലേറുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് സർക്കാർ വലിയ രീതിയിൽ ഈ ഗവർണറുമായിട്ട് യുദ്ധത്തിലായിരുന്നു. അവിടെ ഒരു ത്രൈമാസിക ആരംഭിക്കുന്നു, അതിന് മുഖ്യമന്ത്രി എത്തുന്നു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാണ് പ്രതിപക്ഷ നേതാവ് വേദി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പകരം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് BJPയോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂര്, അദ്ദേഹമാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ശശി തരൂരിന്റെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസിൽ ഉണ്ടോ, BJP ചേർന്നോ, ഇത് അദ്ദേഹത്തിന് അറിയത്തില്ല ഇപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനുമായിട്ട് ചേർന്നുകൊണ്ട് ആ ഒരു പാലം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മാസികക്കകത്ത് തന്നെ ഈ പറയുന്ന സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള ബന്ധത്തിൽ സർക്കാർ എന്താണ് നയമുള്ളത് അതിനെതിരായിട്ടുള്ള ആ ഒരു ലേഖനമൊക്കെ ഉള്ള ഒരു മാസികയാണത്. അതാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തത്.
അത് രാജഹംസം എന്നാണ് പേര്. അപ്പോൾ ചോദ്യം ഉയരുന്നത് ഇതിനകത്ത് ആരാണ്, ആരുടെ ഹംസമാണ്, ആരുടെ ഹംസമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പരിപാടിയാണിതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഡീലിങ്ങിന്റെ ഭാഗം കൂടിയാണ് ഗവർണർ എന്ന് പറയുന്നത് അറിയാമല്ലോ. ഒരു കറകളഞ്ഞ ഒരു RSSന്റെ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ അതിലെല്ലാം തന്നെ ചില ഈ PR വർക്കിനപ്പുറം വ്യക്തമായ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മറ്റുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ആ പരിപാടിയെ കുറിച്ചും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ്.